നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ നോക്കൗട്ട് പ്ലേ ഓഫിൻ്റെ രണ്ടാം പാദ മത്സരത്തിൽ നാളെ യുവൻറ്റസും ഗാലറ്റസറായും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. ആദ്യ പാദത്തിൽ ഗാലറ്റസറായി 5-2 യുവൻറ്റസിനെ തകർത്ത് വിട്ടത്. ആ കളി തുർക്കിയിലായിരുന്നു. അപ്പോൾ ഈ കളി നാളെ എന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ട് നമുക്ക് മറ്റന്നാൾ പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 യുവൻറ്റസിൻ്റെ മൈതാനത്താണ് നടക്കുന്നത്. 3 ഗോൾ മാർജിൻ്റെ കടമുണ്ട്. അത് വീട്ടാൻ പറ്റുമോ യുവൻറ്റസിന് എന്നൊരു ചോദ്യമുണ്ട്. യുവൻറ്റസ് മുമ്പ് ഇങ്ങനെ 3 ഗോൾ മാർജിൻ്റെ കടമൊക്കെ വീട്ടിയിട്ടുണ്ട്. അന്ന് അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ പണി കൊടുത്തത് ഓർമ്മയില്ലേ? പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. അന്ന് അവിടെ ഒരാളുണ്ടായിരുന്നു, സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ. ഇത് ഓർമ്മിപ്പിക്കുന്നു ഫിലിപ്പെ മെലോ, ബ്രസീലിയൻ താരം ഫിലിപ്പെ മെലോ. അദ്ദേഹം ഗാലറ്റസറായിയുടെ താരമായിരുന്നു. മുൻകാലത്ത് അവിടെ അദ്ദേഹം കുറച്ച് നാൾ കളിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഗാലറ്റസറായി വേഴ്സസ് യുവൻറ്റസ് മത്സരത്തിൽ എന്ത് സംഭവിക്കും, യുവൻറ്റസ് മടങ്ങി വരുമോ എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടി പറയുകയാണ്. യുവൻറ്റസിനെതിരെ കളിക്കുക എന്നുള്ളത് എല്ലായ്പ്പോഴും ബുദ്ധിമുട്ടേറിയ കാര്യമായിരുന്നു. പക്ഷേ യുവൻറ്റസ് അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ തിരികെ വന്നതിൻ്റെ കഥ പറയുമ്പോൾ ഇപ്പോൾ ഒരു ഡിഫറൻസ് ഉണ്ട്. അന്നത്തെ യുവൻറ്റസ് തീർച്ചയായിട്ടും വളരെ കരുത്തരായിരുന്നു. ഇപ്പോൾ യുവൻറ്റസ് തീർച്ചയായിട്ടും ഗാലറ്റസറായിക്കെതിരെയും വിജയിക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്യുന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ദ ഡിഫറൻസ് ഈസ് ക്രിസ്ത്യാനോ റൊണാൾഡോ. അന്ന് അവിടെ ഒരാളുണ്ടായിരുന്നു, ക്രിസ്ത്യാനോ റൊണാൾഡോ. ക്രിസ്ത്യാനോ റൊണാൾഡോ ഉള്ള യുവൻറ്റസ്, ക്രിസ്ത്യാനോ റൊണാൾഡോ ഇല്ലാത്ത യുവൻറ്റസും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. യുവൻറ്റസ് വിത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഈസ് എ ഡിഫറെൻറ്റ് യുവൻറ്റസ്, ആൻഡ് യുവൻറ്റസ് വിത്തൗട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ഈസ് അനദർ യുവൻറ്റസ് എൻറ്റയർലി. ആ കാര്യം നമ്മൾ തിരിച്ചറിയുക. അന്ന് അവരെ തിരികെ കൊണ്ടുവന്ന് വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരാളവിടെ ഉണ്ടായിരുന്നു, ക്രിസ്ത്യാനോ റൊണാൾഡോ. ഇന്ന് അദ്ദേഹമില്ല. അതുകൊണ്ട് ആ പഴയ തിരിച്ചുവരവിൻ്റെ കഥ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് ഫിലിപ്പെ മെലോ പറയുന്നത്. അത് ഇന്നും യുവൻറ്റസ് ആരാധകരുടെ മനസ്സിൽ, ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആരാധകരുടെ മനസ്സിൽ പച്ച പിടിച്ച് നിൽക്കുന്ന ചിത്രമല്ലേ? അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ ഡിയേഗോ സിമിയോണി അന്ന് അത്ലറ്റിക്കോ മാഡ്രിഡ് ആദ്യ ഭാഗത്ത് വിജയിക്കുമ്പോൾ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ, അതിന് ക്രിസ്ത്യാനോ റൊണാൾഡോ അടുത്ത മത്സരത്തിൽ രണ്ടാം പാദത്തിൽ കണക്കിന് കൊടുത്തത്, തിരികെ വന്ന് യുവൻറ്റസിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയത്. ഇന്നിപ്പോൾ യുവൻറ്റസിൻ്റെ കൂടെ അങ്ങനെ ഒരാളില്ല. കഴിയുമോ ഗാലറ്റസറായിയെ മറികടക്കാൻ? ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. വീഡിയോസ് അയക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.